കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ പുതിയൊരു വിവാദം ആളിപ്പടരുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഒരു ഒഫീഷ്യൽ നോട്ടീസിൽ കേരള BJPയുടെ സീലുണ്ടായതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് കാരണമായത്. എങ്ങനെയാണ് ആ സീൽ അതിലേക്ക് വന്നത്? ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. വിഷയം ഇതാണ്: കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അയച്ച കത്തിലാണ് BJPയുടെ ഔദ്യോഗിക മുദ്രയോട് സാമ്യമുള്ള സീൽ പതിപ്പിച്ചത്. സംഭവം പുറത്തു വന്നതോടെ കോൺഗ്രസും CPMഉം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ ഇതൊരു ക്ലറിക്കൽ എറർ അഥവാ ടൈപ്പിംഗ് പിശക് മാത്രമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിശദീകരണം. സാധാരണയായി സർക്കാർ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന സീലുകൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ കയറി വന്നത്? അത് വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതെന്ന് കോൺഗ്രസും LDFും ആരോപിക്കുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു വീഴ്ച സംഭവിക്കുന്നത് മനഃപൂർവ്വമാണെന്നാണ് അവരുടെ പക്ഷം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് ഡിജിറ്റൽ ഒപ്പുകൾ തയ്യാറാക്കുന്ന സമയത്ത് സംഭവിച്ച സാങ്കേതിക പിശക് മാത്രമാണെന്നാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണെന്നും ഇതിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഇല്ല എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത കുറയാനുള്ള എല്ലാ വഴിയും ഒരുക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. BJP സീൽ എന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവ് യുദ്ധങ്ങളിലും പ്രസംഗങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമാകും എന്ന് ഉറപ്പാണ്. സാങ്കേതിക പിശകാണെന്ന് പറഞ്ഞ് അധികൃതർക്ക് ഇതിൽ നിന്ന് കൈകഴുകാൻ എളുപ്പമായിരിക്കും. എന്നാൽ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇത്തരത്തിലൊരു അബദ്ധം വരുന്നത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഇതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ അവർ സസ്പെൻഡും ചെയ്തു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ, വോട്ട് ചോരി അടക്കം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു ഔദ്യോഗിക ലെറ്ററിൽ ഒരു പാർട്ടിയുടെ സീലടിച്ച് മറ്റുള്ളവർക്ക് അയക്കുന്നത്. ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും കഴിയില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളും നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്.